എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ പരിപാടി ഞങ്ങൾ റോഡ് വഴി കാനഡ US ബോർഡർ ഒന്ന് കടന്ന് US പോവാണ്. നമ്മൾ റെയിൻബോ ബ്രിഡ്ജ് വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ റോഡ് ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല, ഒരു പ്ലാനും ഇല്ലാതെ പോണ ഒരു ട്രിപ്പാണ്. ചിലപ്പോൾ ഇന്ന് തിരിച്ചു വരും, ചിലപ്പോൾ നാളെ തിരിച്ചു വരും, ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എക്സ്കവേറ്റർ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്ക്. 1 2 3 ഉണ്ടാ. മാക്കുവിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് ഫാസിനേഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ എക്സ്കവേറ്റർ, ക്രെയിൻ, അങ്ങനത്തെ ഒക്കെ കൺസ്ട്രക്ഷൻ ഹെവി എക്യുപ്മെന്റിലാണ് അവൾക്ക് ഇപ്പൊ ഒരു താല്പര്യം. അപ്പൊ ഞങ്ങൾ US ബോർഡറിലേക്ക് പോകുന്നത് നയാഗ്ര ഫോൾസ് വഴിയാണ്, റെയിൻബോ ബ്രിഡ്ജ് എടുത്തിട്ടാണ്. അപ്പോൾ റെയിൻബോ ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ ന്യൂയോർക്ക് സ്റ്റേറ്റ് ആയി ബഫലോ സിറ്റി, അവിടെയാണ് നമ്മൾ പോണത്. അവിടെ പോയിട്ട് നമുക്ക് US വേർഷൻ ഓഫ് നയാഗ്ര ഫോൾസ് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാം. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, അതാണ് ഈ ട്രിപ്പിന്റെ ഒരു പ്രത്യേകത. ജസ്റ്റ് ഒന്ന് US കയറണം. US കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വെയിറ്റ് ആൻഡ് വാച്ച്. ഒരു മണിക്കൂറായില്ലേ ഇരിക്കണു. അപ്പോൾ മാക്കു കുറച്ച് റെസ്റ്റ്ലെസ് ആയി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ബ്രേക്കൊക്കെ എടുത്ത്, പിന്നെ ചെറിയൊരു തണുപ്പും നല്ല കാറ്റുമൊക്കെ ഉണ്ട്. കുറച്ച് ക്ലൗഡിയും ആണ്, മഴ പെയ്യുന്നു തോന്നുന്നു. അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അപ്പം നമ്മൾ റെയിൻബോ ബ്രിഡ്ജ് കയറിയൊക്കെയാണ്. നമ്മൾ റെയിൻബോ ബ്രിഡ്ജിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ ഫോൾസൊക്കെ കാണാം. റൈറ്റ് സൈഡിൽ കാണുന്ന കാനഡ ഏരിയയും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് US-ൻ്റെ സൈഡുമാണ്. കുറച്ച് ട്രാഫിക് ഉണ്ടായി, ഭയങ്കര വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നിന്നപ്പോൾ. ഈ കാനഡ ഫ്ലാഗിൻ്റെ ഇപ്പുറത്തേക്ക് കാനഡ, US ഫ്ലാഗിൻ്റെ അപ്പുറത്തേക്ക് US. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ നടുക്കുള്ള സ്ഥലം ആരുടെ ആയിരിക്കും? പറയൂ, ഉത്തരം പറ. ആ, ഇപ്പം നമ്മൾ എവിടെയുള്ളതെന്നറിയോ? കാനഡയുടെയും US-ൻ്റെയും നടുക്ക്, അതായത് ആ US ഫ്ലാഗിൻ്റെയും കാനഡ ഫ്ലാഗിൻ്റെയും നടുക്കുള്ള പോസ്റ്റിൻ്റെ അവിടെയാണ് ഇപ്പം നമ്മൾ, അല്ലേ? രണ്ട് കൺട്രിയിലും അല്ല. നീ വിചാരിച്ചിട്ടുണ്ടോ അമേരിക്കയിൽ പോകുന്നു എപ്പോഴെങ്കിലും? ഞാനും വിചാരിച്ചിട്ടില്ല US-ലേക്ക് കാല് കുത്തുന്നൊക്കെ. വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ US-ലോ അല്ല കാനഡയ്ക്ക് ഒന്നും വിചാരിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഇത്ര സിമ്പിളായിട്ട് പോകുന്നു വിചാരിച്ചു. അവിടെ എത്തിയിട്ടാൻ പറയാം സിമ്പിളാണോ ഇല്ലെന്നുള്ളത്. വെൽക്കം ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതാണ് US സൈഡിലുള്ളത് ലുക്ക് ഔട്ട് പോയിന്റ്. നമ്മുടെ പാസ്പോർട്ട്സ് ഒക്കെ റെഡിയാണ്. പാസ്പോർട്ടൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഒരു 3 കാറുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്. നമുക്ക് നോക്കാം ഇപ്പോൾ കയറാൻ പറ്റുമോ, തിരിച്ചു പോകേണ്ടി വരുമോ എന്നൊക്കെ. ആർവിക്കും ക്യാമ്പേഴ്സിനും കണ്ട പ്രത്യേക ഗേറ്റ്.
അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി US കിടന്നിരിക്കുകയാണ്. നയാഗ്ര ഫോൾസ് US ആയിട്ടുള്ളത് ന്യൂയോർക്ക് സ്റ്റേറ്റിൽ പെടുന്ന സ്ഥലമാണ്. ബോർഡറിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഗേറ്റിലെത്തി അവർ പാസ്പോർട്ട് ചോദിച്ചു, നമ്മൾ കൊടുത്തു. എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്പോർട്ടൊക്കെ വാങ്ങിച്ചു നോക്കി. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. 1 മിനിറ്റ് പോലും എടുത്തില്ല. നമ്മളെ കടത്തി വിട്ടു. ഞങ്ങൾ വിചാരിച്ചു പാസ്പോർട്ടിൽ എന്തെങ്കിലും സ്റ്റാമ്പൊക്കെ ഉണ്ടാവും. ഒന്നുമില്ല, അവർ സ്റ്റാമ്പ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഈസി ആയിട്ട് ഇവിടെ ഫ്രീ ആണ്, പൈസ ഒന്നും പേ ചെയ്യൊന്നും വേണ്ട. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ഷെയർ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇനി ആരെങ്കിലും കണ്ടിട്ട് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയണതാണ്. പക്ഷെ ഞങ്ങൾ കുറേ ദൂരെ പോകണില്ല, കാരണം നമ്മുടെ ഡാറ്റ റൂമിങ് ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഡാറ്റ റൂമിങ് ആക്ടിവേറ്റും ചെയ്യുന്നില്ല. കാണുന്ന ഒരു റിസോർട്ടും കാസിനോ ആണ്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. നയാഗ്ര ഫോൾസ് സ്റ്റേറ്റ് പാർക്കിലേക്കാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഓൺ ദ വേ കുറേ സ്ട്രീറ്റ് ഫുഡ് ഷോപ്സും റെസ്റ്റോറൻറ്റ്സൊക്കെ കണ്ടു. കൂടുതലും ഇന്ത്യൻ ആണ് കണ്ടത്. ഈവൻ സ്ട്രീറ്റിലാണെങ്കിലും കൂടുതലും ഇന്ത്യൻസിനെയാണ് കണ്ടത്. ഹലോ, അവിടെ പോയല്ലേ? നയാഗ്ര ഫോൾസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും ഫോണിലെ ചാർജ് തീർന്ന് ഫോൺ ഓഫായിപ്പോയി. അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അവിടുത്തെ ഒബ്സർവേഷൻ ടവറിൽ പോയിട്ട് ലുക്കൗട്ട് പോയിന്റിലൊക്കെ പോയി. അങ്ങനെ ഒരു 1-2 hours കൂടി സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് കാനഡയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തിരിച്ചുള്ള പ്രോസസ്സും ഭയങ്കര സിമ്പിളായിരുന്നു. US വിട്ടിരിക്കുകയാണ്, കാനഡയിൽ കയറാൻ പോവാണ്. അപ്പോൾ US നിന്ന് കാനഡയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഒരു ടോൾ ഉണ്ട്. എത്ര ജി? 650 കനേഡിയൻ ഡോളറോ US കനേഡിയൻ കാർഡ്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ കാനഡയിലേക്ക് ഇമിഗ്രേഷൻ്റെ അങ്ങോട്ട് പോവാണ്. കാനഡയിലെയും US-ലെയും നയാഗ്ര ഫോൾസ് കണ്ടിട്ട് ഏതാ ഇഷ്ടപ്പെട്ടെ? നയാഗ്ര ഫോൾ കാനഡയാണ് നല്ലത് തോന്നില്ല. പാർക്ക് കുറച്ച് ഓപ്പൺ ആയിട്ട് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു വൈബും ആംബിയൻസും എല്ലാം ഇവിടുത്തെ കാനഡയിലെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സോ വി ഓപ്റ്റ് ഫോർ കാനഡ നയാഗ്ര ഫോൾസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.